അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ തജ്വീദുൽ ഖുർആൻ ഈ രണ്ട് സബ്ജക്റ്റിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 തസ്കിയത്തുൽ വിൽദാൻ, ക്ലാസ് 6 തജ്വീദുൽ ഖുർആൻ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതാൻ കൽപ്പിക്കപ്പെട്ട സൂറത്ത്. ഓപ്ഷൻസ് അൽ മുൽക്ക്, അന്നാസ്, അൽ വാഖിഅ. ചരിത്രം അന്നാസ്, സൂറത്തുന്നാസ്. 2. സുനനുൻ നസായിയുടെ രചയിതാവ്. ഓപ്ഷൻസ് നോക്കൂ. മുഹമ്മദ് ബിൻ ഈസ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു. ചരിത്രം അഹ്മദ് ബിൻ ഷുഐബ് റളിയല്ലാഹു അൻഹു. 3. വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. ഇത് പറഞ്ഞത്. ഓപ്ഷൻസ് മലക്ക്, ആലിം, റാഹിബ്. ചരിത്രം ആലിം, പണ്ഡിതൻ. 4. സുഹുബുൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻസ് മേഘം, വിവേകം, പരലോകം. ചരിത്രം മേഘം. 5. ശാരീരികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കലാണ്. ഓപ്ഷൻസ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫലഖ്. ചരിത്രം സൂറത്തുൽ ഫലഖ്. 6. തൊണ്ടയുടെ മുകൾ ഭാഗം മഖ്റജായ ഹർഫ്. ഓപ്ഷൻസ് ഖാ, ഹാ, സ്വാദ്. ചരിത്രം ഖാ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. മദ്ദുൽ അസ്ലി. 8. മദ്ദുൽ ലാസിം. 9. മദ്ദുൽ ആരിൽ. 10. മദ്ദുൽ മുത്തസിൽ. 11. മദ്ദുൽ ലീൻ. ഇപ്പുറത്ത് നോക്കൂ. എ വസ്സൈഫ്. ബി ذات لهب. സി رحلة الشتاء. ഡി دابة الأرض. ഇ അൽ മിസ്കീൻ. ഇവിടെ നമുക്ക് മദ്ദുകളും ഇപ്പുറത്ത് അതിൻ്റെ ഉദാഹരണങ്ങളും കൊടുത്തിരിക്കുന്നു. ഓരോന്നിനും യോജിച്ച ഉദാഹരണത്തിൻ്റെ ലെറ്റർ അതിനു നേരെ എഴുതണം. 7. മദ്ദുൽ അസ്ലി. ചരിത്രം ബി ذات لهب. 8. മദ്ദുൽ ലാസിം. ചരിത്രം ഡി ദാബത്തുൽ അർള്. 9. മദ്ദുൽ ആരിൽ. ചരിത്രം ഇ അൽ മിസ്കീൻ. 10. മദ്ദുൽ മുത്തസിൽ. ചരിത്രം സി رحلة الشتاء. 11. മദ്ദുൽ ലീൻ. ചരിത്രം എ വസ്സൈഫ്. ബി ഡി ഇ സി എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. മാ റന്നഹത്ത് ഡാഷ് റീഹു സ്വബ വ അത്റബുൽ ഈസ ഹാദിൽ ഈസ ബിൻ നഗം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അദബാത്തിൽ ബാനി. മാ റന്നഹത്ത് അദബാത്തിൽ ബാനി റീഹു സ്വബ വ അത്റബുൽ ഈസ ഹാദിൽ ഈസ ബിൻ നഗം. 13. ഇന്നമൽ അഅ്മാലു ഡാഷ് വ ഇന്നമാ ലികുല്ലി ഇംറിഇ മാ നവാ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ബിന്നിയ്യാത്തി. ഇതൊന്ന് ചേർത്ത് വായിക്കാം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി വ ഇന്നമാ ലികുല്ലി ഇംറിഇ മാ നവാ. 14. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഡാഷ് ഫിൽ ഖിസം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഹസബിൽ ഇസ്യാനി. ലഅല്ല റഹ്മത റബ്ബി ഹീന യഖ്സിമുഹാ തഅതി അലാ ഹസബിൽ ഇസ്യാനി ഫിൽ ഖിസം. 15. ഖന്നാസ് എന്നതിൻ്റെ അർത്ഥം ഡാഷ് എന്നാകുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത്
മറഞ്ഞിരിക്കുന്നവനായ. ഖന്നാസ് എന്നതിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നവനായ എന്നാകുന്നു. 16. നാവിൻ്റെ അറ്റവും ഡാഷ് ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് മുൻപല്ലുകളുടെ. നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ്. 17. ഹർക്കത്തുള്ള ഡാഷ് മൊഴിയുന്ന സമയമാണ് മദുൽ അസ്ലിയിൻ്റെ ദൈർഘ്യം. ആവരിൽ പൂരിപ്പിക്കേണ്ടത് രണ്ടക്ഷരം. ഹർക്കത്തുള്ള രണ്ടക്ഷരം മൊഴിയുന്ന സമയമാണ് മദുൽ അസ്ലിയിൻ്റെ ദൈർഘ്യം. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത്. ഉത്തരം സൂറത്തുൽ ഫാത്തിഹ. 19. തൈഫൂർ ബിൻ ഈസ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? ഉത്തരം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. 20. അദ്ദീനുൻ നസീഹ, ഇതിലെ നസീഹത്തിൻ്റെ അർത്ഥം? ഉത്തരം ഗുണം ആഗ്രഹിക്കൽ. 21. റജുലുൻ ഖതല മിഅത നഫ്സിൻ, ഈ ഹദീസ് ഉദ്ധരിച്ച സ്വഹാബി? ഉത്തരം അബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. 22. സ്വഹീഹുൽ ബുഖാരിയുടെ രചയിതാവ്? ഉത്തരം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. 23. മദ്ദുൽ ലാസിമുൽ ഹർഫിയിന് ഒരു ഉദാഹരണം? ഉത്തരം യാസീൻ. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഇഹ്സാൻ എന്നാൽ എന്ത്? ഉത്തരം നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ആരാധിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. 25. സലാമോടെ സ്വർഗപ്രവേശം നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം നിങ്ങൾ സലാമിനെ പരത്തുകയും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുകയും ആളുകൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുക. 26. യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ, ഇത് ആരോട് പറഞ്ഞതാണ്? ഉത്തരം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണിത്. 27. ഒരാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലുള്ളതാകും. എപ്പോൾ? ഉത്തരം ഒരാൾ ബാഹ്യ പ്രകടനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത് എങ്കിൽ അയാളുടെ പ്രയത്നം പിശാചിൻ്റെ മാർഗത്തിലാവും. 28. ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക, സാരം എഴുതുക. ഉത്തരം സംശയമുള്ളത് ഒഴിവാക്കി സംശയമില്ലാത്തത് മാത്രം സ്വീകരിക്കുക. 29. മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? ഉത്തരം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. 30. എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള 4 സൂറത്തുകൾ എഴുതുക. ഉത്തരം യാസീൻ, മുൽക്ക്, വാഖിഅ, സജ്ദ സൂറത്തുകളും ലൗ അൻസൽന മുതൽ സൂറത്തുൽ ഹഷ്റിൻ്റെ അവസാനം വരെയും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. അടുത്ത പ്രവർത്തനം, 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 5 ഉപദേശങ്ങൾ. അപ്പം നോക്കൂ. 1. നിഷിദ്ധമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചാൽ നീ ഏറ്റവും വലിയ ആരാധകനാകും. 2. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ നീ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകും. 3. അയൽവാസികളിലേക്ക് ഗുണം ചെയ്യുക, നീ ഒരു പൂർണ്ണ വിശ്വാസിയാവും. 4. നിനക്ക് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, നീ പൂർണ്ണ മുസ്ലിമാവും. 5. പൊട്ടിച്ചിരി വർദ്ധിപ്പിക്കാതിരിക്കുക, അധികരിച്ച ചിരി ഹൃദയത്തെ നിർജീവമാക്കും. 32. മുത്തമാസിലാനി, മുത്തജാനിസാനി, മുത്തഖാരിബാനി വിവരിക്കുക. അപ്പം നോക്കൂ. മഖ്റജ്, സിഫത്ത് എന്നിവ പരിഗണിച്ച് അക്ഷരങ്ങളെ 3 ആയി തിരിക്കാം. വഖദ് ദഖലു ഇദ്ഹബ് കിതാബി പോലെ ഒരേപോലെയുള്ള 2 അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും ഉള്ളലമോ എൽ ഹദ്ദാലിക പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും പറയുന്നു. ഈ 2 ഇനത്തിലുമുള്ള അക്ഷരങ്ങളിൽ ആദ്യത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ബർ റബ്ബുക്കും അലം നഖ്ലുക്കും
പോലെ മഖ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുതഖാരിബാനി എന്ന് പറയുന്നു. ഖാഫ് കാഫിനോടും ലാം റായിനോടും മാത്രമേ മുതഖാരിബാനിയായ അക്ഷരങ്ങളിൽ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഖാലൂ വഹം അല്ലദീ യുവസ്വിസു പോലെ മുതമാസിലാനിയിൽ ആദ്യാക്ഷരം മദ്ദക്ഷരമാവുകയോ ഫസ്ഫഹ് അൻഹും പോലെ മുതജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യുന്നതല്ല. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.